Watch full episodes on Jio Hotstar. ഡോക്ടർ ജഡ്ക പറഞ്ഞത് വളരെയധികം ശരിയാണ്. ആക്രമിക്കുമ്പോൾ ശരീരത്തിന്റെ മർമ്മം നോക്കി വേണം നിങ്ങൾ ആക്രമിക്കുവാൻ. പരിശ്രമിക്കുന്നവർക്കൊരിക്കലും തോൽവി ഉണ്ടാവില്ല. നിങ്ങളൊക്കെ പരിശ്രമിച്ചു നോക്കൂ. ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന്. കേൾക്കൂ സഹോദരി സഹോദരന്മാരെ, പ്ലാൻ ഇതാണ്. ആ ഡ്രാഗോൺ നിങ്ങളടുത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫുൾ സ്പീഡിൽ ഓടി ഈ പാസേജിൽ വന്ന് നിൽക്കണം. നിങ്ങളുടെ പുറകിൽ തന്നെ ആ ഡ്രാഗോണയും വരും. അപ്പോൾ മുകളിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാർ വലിയ വലിയ പാറകൾ താഴെ കുരുട്ടിയിടും. ആ പാറകൾക്കിടയിൽ കിടന്ന് ആ ഡ്രാഗോണയും ചത്ത് മലക്കും. അങ്ങനെ നോക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിനും അത് ഹാനികരമല്ല. അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ആ റിസ്ക് ഒക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടന്നു പോവില്ല. അകത്തേക്ക് വരൂ. കിട്ടിപ്പോയി. സിഗ്നൽ എന്നെ കാണിക്കുന്നു ഡ്രാഗൺ ഇവിടെ ഇവിടെ ഉണ്ടെന്ന്. മുന്നോട്ട് പോ. ഈ വാഹനം ദേ അവിടെ നിർത്ത്. മോട്ടു താഴെ ഇറങ്ങി നോക്കിയേക്കാം. മോട്ടോ പത്തിലോ അല്ല, ഇവരെവിടെ പോയി? വേണ്ട വേണ്ട വേണ്ട. കിങ്, പ്ലെയിനിനെ ആ വഴിയിലേക്ക് തിരിക്കൂ. തയ്യാറായിട്ടിരിക്കൂ. Ready, ready, ready. I am ready. മോട്ടു അവിടെ സ്പാർക്ക് ചെയ്യുന്നത് കണ്ടോ? ദേ നോക്ക്. ശരിക്കുമുള്ള ആനിമൽ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പക്ഷെ ഇതിന്റെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രിക് സ്പാർക്കാ വരുന്നത്. അതുകൊണ്ട് ഇതിലെന്തോ പ്രശ്നമുണ്ട്. എന്റെ മോട്ടു, ഇതിനെന്താ സംഭവിക്കുന്നത്?
ഡോക്ടർ ജഡ്ക പറയുന്നത് കേൾക്ക്. ഈ ഡ്രാഗൺ ശരിക്കുള്ള ഡ്രാഗൺ അല്ല, റോബോട്ട് ഡ്രാഗൺ ആണ്. ഞങ്ങൾ അതിന്റെ ദേഹത്തുനിന്ന് ഇലക്ട്രിക് സ്പാർക്ക് വരുന്നത് കണ്ടതാ. ഇലക്ട്രിക് സ്പാർക്ക് അത് റോബോട്ടിക്കാണ്. മുന്നിലേക്ക് വഴിയില്ലല്ലോ. എന്റെ അമ്മോ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ശത്രു ഏലിയൻ ഒരു റോബോട്ടിക് ഡ്രാഗൺ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണെന്നാണ്. അതെ, നിങ്ങളുടെ ദുശ്മൻ മൻ 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 ദുശ്മന്. വേണ്ട. ഓടിക്കോ. പത്തലു, കണ്ടില്ലേ, ഈ റോബോട്ടിന്റെ അകത്തുനിന്ന് മറ്റൊരു റോബോട്ട് വന്നിരിക്കുന്നു. ഒന്നിനൊന്ന് ഫ്രീ ആണോ പത്തലു? എന്റെ മോട്ടു, നമ്മൾ ഇവിടെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. നമുക്ക് അവനോട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹേയ്! ഹേയ്! മോട്ടു, എന്നെ അവന്റെ അടുത്തേക്ക് അയക്കേ. മോട്ടു, ഞാനിതേ വരുന്നു. നിങ്ങളെ കലക്കിട്ട കൊള്ളാം ചങ്കി. ഇത് ഷിരാഡോയാ, കിങ് ഏലിയാന്റെ കസിൻ. നീ
ഷാഡോ നീ ഇതെല്ലാം നീയാണോ ചെയ്തത്? എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ലല്ലോ. പക്ഷെ നീ ഇതെല്ലാം ചെയ്തത് എന്തിനാ? അതെ, ഞാൻ തന്നെയാ ചെയ്തത്. കാരണം എനിക്ക് രാജാവാകണമായിരുന്നു. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തത്. നീ ഉള്ളിടത്തോളം കാലം എനിക്ക് രാജാവാകാൻ സാധിക്കില്ലായിരുന്നു. നിന്നെ എന്തൊക്കെ ചെയ്യേണ്ടതറിയോ? അത് ഞാൻ പിന്നെ ചെയ്യാം. അതവിടെ ഇരിക്കട്ടെ. ആദ്യം എന്റെ ആൾക്കാരെ തിരിച്ചു വിളിക്കേ. പറ, എവിടെയാണ് അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറ. നീ കാരണം ഒത്തിരി പേര് ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പറയടാ. അവര് ജീവനോടെ ഉണ്ട്. എന്ത്? നിൽക്ക്, ഒരു മിനിറ്റ്. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേർക്ക് ഞാൻ എത്ര അധികം നന്ദി പറഞ്ഞാലും അത് കുറവാകും. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ഈ ദുഷ്ടനെ നിങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിച്ചല്ലോ. അതെ, താങ്ക് യുടെ ഒന്നും ആവശ്യമില്ല. ടിനിയോൺ കിങ്, മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഏതൊരു പ്രശ്നവും നമ്മൾക്ക് നിസ്സാരമായി തകർത്തെറിയാം. ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോയേ പറ്റൂ. പാർട്ടി നമുക്ക് പിന്നീട് ഒരിക്കലാവാലോ. ഹലോ എവരിബഡി. വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും 4 സ്റ്റേജ് ക്ലിയർ ചെയ്തിരിക്കുന്നു. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ പറയാനട്ടാ, 4 സ്റ്റേജ് അല്ല 40 സ്റ്റേജ് വന്നാലും എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നു. സോറി മാഡം, ഗസിട്ട് തമാശ പറഞ്ഞതാ. നിങ്ങൾ ദയവ് ചെയ്ത് ഗെയിം കൊണ്ടുവരൂ. ഇതേതായാലും നന്നായി. അദ്ദേഹത്തിന് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കം, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. റിമെമ്പർ, അഥവാ 6 കിട്ടിയില്ലെങ്കിൽ വീണ്ടും കളിക്കേണ്ടി വരും. ഗസിട്ടറമേ, ആദ്യം നീ കളിക്ക്. പൊളിച്ചെടുത്തല്ലോ, ഞാൻ തന്നെ തുടങ്ങാം. 6 വരണട്ടാ, 6 വന്നോളണേ. മോട്ടു, ഇതെടുത്തിട്ട് 3 ഇടാൻ നോക്ക്. എന്നാ ഗെയിം കംപ്ലീറ്റ് ആവും. എന്റെ അത്തിപ്പാറ അമ്മച്ചി ഒരു ഒറ്റ തവണ 3 വീണാ മതിയായിരുന്നു. ഒരു തവണ 3 വീഴ. 3 വരട്ടെ. 3 3 3 1 2 3 3 3 3 3 3 വരട്ടെ. മൂന്ന് വന്നേ, വീട്ടിൽ പോവാം. 3 വന്നേ, വീട്ടിൽ പോവാം. 3 വന്നേ, വീട്ടിൽ പോവാം. മാജിക്കൽ ലേഡി, ഒരു 2 മിനിറ്റ് ഞങ്ങൾ എല്ലാവരോടൊന്ന് ബായ് പറഞ്ഞോട്ടെ. ബായ്. നമ്മൾ തിരിച്ചെത്തി. ഇപ്പോഴെന്താ തോന്നുന്നു വെച്ചാ, ഈ 7 ലോകവും കണ്ടതുപോലെയാണ്. ഹലോ എവരിബഡി. പൊളിച്ചെടുത്തല്ലോ. മാജിക്കൽ ലേഡി ഇങ്ങോട്ട് വീണ്ടും വന്നിരിക്കുകയാണല്ലോ. നീ വീണ്ടും സംസാരിക്കുന്നു. മാജിക്കൽ ലേഡി, ആ ഗെയിം പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയിക്കോണോ? ഓക്കെ, പേടിക്കണ്ട. ഞാൻ നിങ്ങളോട് ബായ് പറയാൻ വേണ്ടി വന്നതാ. ബൈ ബൈ. Watch India's largest kids library only on Jio Hotstar.
Download the app now.